ഹായ് ഫ്രണ്ട്സ്, തലമുടി നരയ്ക്കുന്നുള്ള ഇപ്പോൾ എല്ലാവർക്കും ഒന്നല്ലേ. നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വീട്ടിൽ തന്നെ പൂർണ്ണമായിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന നമ്മളുടെ സ്വർണ്ണാഭരണങ്ങൾ എന്തായാലും അഴുക്ക് പെട്ടെന്ന് തന്നെ പിടിക്കുന്നതാണ്. അപ്പോൾ അത് ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാരസെറ്റമോൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റും ഉണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കണം കേട്ടോ. കമ്മലായതുകൊണ്ട് അതിന് സ്റ്റോണൊക്കെ ഉണ്ട്, ആ സ്റ്റോണിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കുണ്ടാവും. അപ്പോൾ നല്ലൊരു തിളക്കം വരാൻ, സ്റ്റോണിനൊക്കെ നല്ലൊരു തിളക്കം വരാനത് നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആ ഒരു ടാബ്ലറ്റ് വെച്ചിട്ട് നമ്മളിതുപോലെ ഉരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഉരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ടാബ്ലറ്റ് ഒന്ന് ഒരല്പം വെള്ളം ഒഴിച്ച് നനച്ചതിന് ശേഷം ആ ഒരു ഇതിലേക്ക് ടാബ്ലറ്റിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടാവില്ല, അതിലേക്ക് ഈ ഒരു നമ്മൾ ആഭരണങ്ങൾ ഇട്ട് വെച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഉരച്ചതിന് ശേഷം ഒരല്പം വെള്ളം ഒറ്റിച്ചിട്ട് ഒരു 2 മിനിറ്റ് നമ്മളങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെച്ചപ്പോൾ തന്നെ നല്ലതുപോലെ ഒരു തിളക്കം വന്നിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റോണൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഒരു ഗ്യാപ്പിലൊക്കെ നമ്മൾ ടാബ്ലറ്റിൻ്റെ പൊടിയോ അല്ലെങ്കിൽ അഴുക്കൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട്, നമ്മളതിൽ സോപ്പേ ഉപയോഗിച്ചിട്ടില്ല, ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് ക്ലീൻ ആവുന്നതാണ് കേട്ടോ. സ്റ്റോണൊക്കെ ഉള്ള ആഭരണങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാനിത് ഉണക്കി വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിനൊക്കെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓറഞ്ചിൻ്റെ തൊലി. അപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ടൊക്കെ നമുക്ക് ഫേസ് പാക്കിലൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മൺവിളക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കാം. ഇതെന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ കൊതുകിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഒരു സന്ധ്യാസമയമാകുമ്പോൾ ഒരു കൊതുകിൻ്റെ ശല്യം ഉണ്ടാവുമല്ലോ, അത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് ഒരേ ഒരു കർപ്പൂരം ഇതുപോലെ വെച്ച് കൊടുക്കുക അതിൻ്റെ നടുക്കിലേക്ക്. എന്നിട്ട് നിങ്ങൾ ആ കർപ്പൂരം ഒന്ന് കത്തിച്ച് കൊടുക്കുക. അപ്പോൾ ആ കർപ്പൂരം കത്തി തുടങ്ങുമ്പോൾ തന്നെ ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് കത്തും. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി കത്തി കഴിഞ്ഞാൽ എന്തായാലും അറിയാലോ, ഓറഞ്ചിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നല്ല പോസിറ്റീവ് എനർജിയും കിട്ടും. കൊതുകിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓറഞ്ച് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തൊലി ഉണക്കി വയ്ക്കുക. നിങ്ങളുടെ ഫേസ് പാക്കിൽ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ കൊതുകിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത എന്താണെന്ന് നോക്കാം. ഞാനൊരു ഫോർക്കാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത്ര ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വലുത് മാത്രമാണ് ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ വലിയ ചെറിയ ഉള്ളിയിൽ തന്നെ നമുക്ക് ഏകദേശം വലിപ്പമുള്ളത് ഉണ്ടാവുമല്ലോ, അത് എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് ആഴത്തിൽ അതൊന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് അതിന് ചുറ്റുഭാഗം കേട്ടോ നമുക്ക് എത്രത്തോളം മാക്സിമം ഇതുപോലെ ഹോൾസ് ഇടാൻ പറ്റും അത്രയും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 5 ചെറിയ ഉള്ളിയിലാണ് ഇപ്പോൾ ഇതുപോലെ ഓട്ട ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ, പൈൽസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടും ഒട്ടും അതൊന്നൊരു ആശ്വാസം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. നിങ്ങളൊരു 2 ദിവസം ഈ പറയുന്നൊരു പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു ചെറിയ ഉള്ളി കൊണ്ട് ഞാൻ പൈൽസിൻ്റെ ഇത് മാത്രമല്ല ചെയ്യുന്നത്, മറ്റൊരു നല്ലൊരു ടിപ്സും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് വിട്ടുപോരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളതിലേക്ക് നല്ല എണ്ണയാണ് കേട്ടോ ഒഴിക്കേണ്ടത്. അപ്പോൾ ഈ ഹോൾസ് ഇട്ട ചെറിയ ഉള്ളിയാണ്. അപ്പോൾ നല്ല നമ്മൾ ചക്കിലാറ്റിയതോ അല്ലെങ്കിൽ നല്ല വിശ്വാസമുള്ള നല്ലൊരു ബ്രാൻഡിൻ്റെ നല്ലെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇതേ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2 സ്പൂൺ അളവിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നല്ലെണ്ണ ഒഴിക്കുന്ന സമയത്ത് ഈ ചെറിയ ഉള്ളിയിൽ നന്നായിട്ട് ഈ നല്ലെണ്ണ ഇറങ്ങണം. അപ്പോൾ അത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനാണ് നമ്മൾ ചെറിയ പാത്രം എടുത്ത് കഴിഞ്ഞാൽ ഒരു 5 ചെറിയ ഉള്ളിയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ മതിയാവുമല്ലോ. എന്നാൽ ഇതിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും വേണം കേട്ടോ ഈ ചെറിയ ഉള്ളിയിൽ. ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെക്കേണ്ടത് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഇതുപോലെ ഈ ചെറിയ ഉള്ളിയിൽ നല്ലെണ്ണ ഒഴിച്ച് വെക്കാം. ഈ ഹോൾസ് ഇട്ടതായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ലെണ്ണ നന്നായിട്ട് ഇറങ്ങുന്നതാണ്. രാത്രി നമ്മളിതുപോലെ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസമാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് ഒരു രാത്രി മുഴുവൻ ഇരുന്നതാണ് ഈ എണ്ണയിൽ ഈ ചെറിയ ഉള്ളി കേട്ടോ. ഈ ഒരു മരുന്നിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അതൊരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അവർ ഇതുപോലെ മരുന്നുണ്ടാക്കിയിട്ട് ഒരുപാട് പേർക്ക് കൊടുത്തിട്ട് 100% റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എണ്ണയിൽ കുതിർത്തിയെത്തുള്ള ഈ ഒരു ചെറിയ ഉള്ളി ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആ ഉള്ളി മാത്രം എടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പാത്രത്തിൽ ചെയ്യാനാണ് അവർ പറഞ്ഞത്. മറ്റേതെങ്കിലും ഇരുമ്പോ മറ്റൊന്നുമല്ല ഉപയോഗിക്കേണ്ടത്, മണ്ണിൻ്റെ പാത്രം എടുക്കാമോ ഏറ്റവും നന്നാവുക. അപ്പോൾ അതില്ലെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഏത് പാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക അതെടുക്കാം. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒട്ടും കരിഞ്ഞു പോകരുത്, പുകഞ്ഞും പോകരുത്. അപ്പോൾ ഈ നല്ലെണ്ണയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. നല്ലതുപോലെ തണുപ്പുള്ളൊരു ഇതാണ് നല്ലെണ്ണ.
അപ്പോൾ 4 ഉള്ളിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 4 ഉള്ളി അതിൻ്റെ ഉള്ളിൽ എണ്ണ ഉള്ളത് കാരണമാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആ ഒരു ഉള്ളിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന എണ്ണയാണ് കേട്ടോ അത്. അപ്പോൾ അതൊന്ന് ചെറിയ ചൂടിൽ വേണം നമ്മളിതൊന്ന് ഇങ്ങനെ വാട്ടിയെടുക്കാനായിട്ട്. എന്നാൽ വെന്താൽ മാത്രം മതി, മുരിയെ ഒന്നും വേണ്ട. ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ചെറിയൊരു കളർ മാറ്റം വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയുള്ളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ കഴിക്കാം. നമ്മൾ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു ചെറിയ ഉള്ളി നിങ്ങളൊരു വെറും വയറ്റിൽ ഇത് കഴിക്കുക കേട്ടോ. രാവിലെയും കഴിക്കുക, അതേപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കാം. ഇങ്ങനെ ഇത് നമ്മൾ ഈ ചെറിയ ഉള്ളി ഒരു 2 ദിവസം കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആശ്വാസം കിട്ടുന്നതാണ്. റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് അത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി വിട്ടു പോകരുത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ 5 ചെറിയ ഉള്ളിയായിരുന്നു നല്ലെണ്ണയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 4 എണ്ണം മാത്രമാണ് നമ്മൾ ആദ്യം വഴറ്റിയെടുത്തിട്ട് കഴിക്കാനായിട്ട് എടുത്തത്. പിന്നെ അതിൽ ഒരു ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു, അത് ഞാനിതൊന്ന് മുറിക്കുന്നുണ്ട് കേട്ടോ. അത് മുറിക്കണം എന്നില്ല, നിങ്ങൾക്ക് മുറിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടി സൗകര്യമാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് തലമുടി കൊഴിഞ്ഞു പോയിട്ടും അല്ലെങ്കിൽ മുടിയെല്ലാം നെറ്റിയൊക്കെ കയറി പോകുന്നവരുണ്ടാവുമല്ലോ, മുടി കൊഴിച്ചിൽ കാരണം അല്ലെങ്കിൽ മുടി വളരാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ഭാഗത്ത് ഈ നല്ലെണ്ണയിൽ കുതിർത്തിയിട്ടുള്ള ഈ ഒരു ചെറിയ ഉള്ളി വെച്ചിട്ട് ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. ദിവസവും ചെയ്യാം കേട്ടോ. ഒരു 2 ആഴ്ചയൊക്കെ ചെയ്യുന്ന സമയത്തിന് അവിടെ പുതിയ മുടികൾ വരുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഇതാണ്. ചെറിയ ഉള്ളിയുടെ നീര് തട്ടുന്ന സമയത്ത് തന്നെ മുടി കൊഴിച്ചിൽ മാറിയിട്ട് പുതിയ നല്ല മുടി വരാറുണ്ട്. അപ്പോൾ ഈ നല്ലെണ്ണയിൽ കുതിർത്തിയെടുത്തുള്ള ഇത് നല്ല റിസൾട്ട് കൊടുക്കുന്നതാണ്. ഈ ഒരു ടിപ്സ് എനിക്ക് ആ സ്ത്രീ തന്നെയാണ് കേട്ടോ പറഞ്ഞു തന്നുള്ളത്. നിങ്ങൾ കുളിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ഷാമ്പു ഇട്ടിട്ടോ എങ്ങനെയാണോ കുളിക്കുന്നത് വെച്ചാൽ അതുപോലെ കുളിക്കാവുന്നതാണ്. കുറച്ച് ദിവസം ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് നല്ലതുപോലെ റിസൾട്ട് കിട്ടുന്നതാണ്. നരച്ചിട്ടുള്ള മുടിയെ കറുപ്പിക്കാനായിട്ട് നമ്മൾ ഹെന്നയോ നീലമരിയോ ഒന്നും ഉപയോഗിക്കാതെ കെമിക്കൽ ഉപയോഗിക്കാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മുടിയെ കറുപ്പിക്കാനായിട്ടുള്ള ചെറിയൊരു സൂത്രമാണ്. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ബിരിയാണി ഇലയാണ്. ബിരിയാണി ഇല ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. എനിക്ക് ഫ്രഷ് ആയിട്ട് കിട്ടാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ടുള്ള എടുത്തത്. അപ്പോൾ ബിരിയാണി ഇല നമ്മൾ ഹെയറിലേക്ക് അതിൻ്റെ പാക്കായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാറുന്നതാണ്. മുടിയൊക്കെ നല്ല സമൃദ്ധമായിട്ട് വളരുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഇലയാണ് കേട്ടോ ബിരിയാണി ഇല. അപ്പോൾ ഈ ഒരു ബിരിയാണി ഇല ഞാൻ ഒരു 3 എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ കോട്ടൻ്റെ പഞ്ഞിയാണ് എടുത്തുള്ളത്. വളരെയധികം കനം കുറച്ചിട്ടാണ് പഞ്ഞി എടുത്തുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ മുറിച്ചെടുത്തുള്ള ഇല എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു നമ്മുടെ മുടിയെ കറുപ്പ് നിറം നന്നായിട്ട് കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഗ്രാമ്പൂല് ഒരു എണ്ണ ഉണ്ട്, അതും കൂടി നമ്മൾ ഈ ഒരു ഹെയർ ഡൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുടിയിൽ അത് നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കുകയും മറ്റു ഭാഗത്തേക്ക് പടരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കോട്ടൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട്. പരമാവധി നമ്മൾ അതിൽ ഉള്ളിൽ വെച്ചിട്ടുള്ള അത് ബിരിയാണി ഇലയും ഗ്രാമ്പൂൻ്റെയും ഒരു ഇതായിരിക്കണം നമുക്ക് ഡൈ ആയിട്ട് കിട്ടേണ്ടത്. അപ്പോൾ പരമാവധി നമ്മൾ ആ കോട്ടൻ്റെ ഭാഗമൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് അതൊരു ചെറിയൊരു കിഴി രൂപത്തിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു മൺവിളക്കിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണ അതൊന്ന് കത്തി കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. ഗ്രാമ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് കത്തുന്നതായിരിക്കും. എന്നിട്ട് 2 സൈഡിലും 2 ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ആ ചെറിയ കിഴിയൊന്ന് നമ്മൾ കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് ഇപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. മൺപാത്രം ഉണ്ടെങ്കിൽ അത് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഒരു നന്നായിട്ട് കത്തിയതിന് ശേഷം അതൊന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൻ്റെ ഒരു കറുപ്പ് കളർ നമുക്ക് ഒരു കരി രൂപത്തിൽ കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് മുടി കറുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡൈ കേട്ടോ. കത്തിയതിൻ്റെ ചാരം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആ പ്ലേറ്റിലേക്ക് കിട്ടിയിട്ടുള്ള ഇതാണ് നമുക്ക് ഡൈ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇതാക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അതിനൊരു പൊടി നമുക്ക് പൊടി രൂപത്തിലാണ് ഇട്ടുണ്ടാവുക കേട്ടോ. പക്ഷേ ഈ ഒരു പൊടി എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മൾ മറ്റൊന്നും തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ കാരണം ഗ്രാമ്പൂല് ഇതുണ്ട്, അതൊരു ഓയിൽ ടൈപ്പ് ആണ് ഗ്രാമ്പൂ. അതിൽ നിന്നുള്ള എണ്ണ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഒഴിച്ചിട്ടുള്ള നല്ല എണ്ണയും കൂടി മിക്സായിട്ട് എല്ലാം കൂടി ചേർന്നിട്ട് വന്നിട്ടുള്ള ഒരു ഡൈ ആണ്. അപ്പോൾ നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കുന്നതാണ്. അത് പെട്ടെന്നൊന്നും അത് പോവില്ല. എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഡൈ നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നനഞ്ഞാലോ ഇനി തുടച്ചാലോ തന്നെ അത് റിമൂവ് ആവില്ല. നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് കഴുകുമ്പോൾ മാത്രമേ നമ്മളെ ഹെയറിന് അത് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടൊന്ന് തുടച്ച് കാണിച്ചു തരാം.
ഞാൻ ഡൈ ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് തുടയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ അതിൻ്റെ ആ ഒരു കറുപ്പ് കളർ ആ പേപ്പറിലേക്ക് വന്നിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് കഴുകി കഴിഞ്ഞാലും അത് പോവില്ല. ഷാമ്പു ഉപയോഗിച്ചാൽ മാത്രമേ അത് കയ്യിൽ നിന്നായാലും ശരി ഹെയറിൽ നിന്നാണെങ്കിലും റിമൂവ് ആവുള്ളൂ. നമ്മളിപ്പോൾ ഇതൊക്കെ ഒന്ന് ഹെയറിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തല നനഞ്ഞാൽ പോലും അത് റിമൂവ് ആവുന്നില്ല. നിങ്ങളൊന്ന് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകി കളയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.